സ്വർണ്ണവില ഗ്രാമിന് 230 രൂപ കൂടി 15,000 രൂപയായി. പവന് 1840 രൂപ കൂടി 1,20,000 തൊടുകയാണ്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, വിവരങ്ങൾ. ഹലോ പ്രദീപ്, കേൾക്കാമെങ്കിൽ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? രതീഷ്, പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞ 5 ദിവസമായി സ്വർണ്ണവില താഴേക്കായിരുന്നു. ഡോളർ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു വരുന്നതാണ് ഇത്തരത്തിൽ സ്വർണ്ണവില താഴേക്കാകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. ഇതിനു മുൻപ് ഈ മാസം 2-ാം തീയതിയാണ് സ്വർണ്ണവില ഉയരത്തിൽ നിന്ന്. 2-ാം തീയതിക്ക് ശേഷം ഓരോ ദിവസവും താഴേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോളറിന്റെ വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് ഇപ്പോൾ സ്വർണ്ണവിലയിലും ഒരു ചാഞ്ചാട്ടത്തിന് കാരണമായി പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ യുദ്ധം പോലുള്ള അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വേളയിൽ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണ്ണത്തിന്റെ വില കുതിച്ചുയരുകയാണ് പതിവ്. ഇവിടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ കണക്കുകൂട്ടൽ. എന്നാൽ ഡോളർ പ്രതീക്ഷയ്ക്കും അപ്പുറം കടന്ന് സാധാരണ ഇൻഡെക്സും കടന്നുപോയി ശക്തി പ്രാപിച്ചതാണ് സ്വർണ്ണവില കുറയാൻ കാരണമായിരുന്നത്. ഇന്ന് ഡോളറിന്റെ വിലയിലും നേരിയ ചാഞ്ചാട്ടമുണ്ട്. അതുകൊണ്ട് സ്വർണ്ണവിലയിൽ ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരി, സ്വർണ്ണവില ഗ്രാമിന് 230 രൂപയാണ് എന്ന് കൂടിയത് 15,000 രൂപയാകുന്നു. പവന്റെ വില 1840 രൂപ കൂടി 1,20,000 എത്തിയെന്നാണ് പ്രദീപ് ജോസഫ് നൽകുന്ന പുതിയ വിവരം.